ചെമ്മീൻ ഇഷ്ടമില്ലാത്ത ആരാണുള്ളത്? അപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ടൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1/2 കിലോ ചെമ്മീൻ മേടിച്ച് അത് ക്ലീൻ ചെയ്ത് അത് ഡീവെയിൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു 1/4 കിലോ ഉണ്ടാവും. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയൊക്കെ നമുക്കിത് എടുത്ത് വയ്ക്കാം. അതിനുശേഷം ഞാൻ അത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു സൈഡ് 5 മിനിറ്റ് ഫ്രൈ ചെയ്തതിന് ശേഷം അടുത്ത സൈഡ് മറിച്ചിട്ട് ഇതുപോലെ നല്ലപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമുക്കിത് റോസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ പുതിയ ഓയിൽ എടുത്ത് അതിലേക്ക് ഒരല്പം കടുക്, ഒരു 1/4 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. പിന്നെ ഞാനിവിടെ ഒരു 4-5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിലേക്കൊരു 15 ചെറിയുള്ളി നല്ലപോലെ ചെറുതായി അരിഞ്ഞത് ഇട്ട് നല്ലപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരല്പം ഒരു 1/4 ടീസ്പൂൺ മാത്രം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ തീ നല്ലപോലെ ചെറുതാക്കി ഒരു 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ ഒരു ചെറിയ തക്കാളി, ഞാൻ വളരെ ചെറിയ തക്കാളിയാണ്, കാരണം നമുക്ക് ചെമ്മീൻ വളരെ ചെറിയൊരു അളവിലുള്ളൂ, അത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ചൂടുവെള്ളം ഒരല്പം ഒഴിച്ച് കൊടുത്ത് തക്കാളി നല്ലപോലെ ഉടഞ്ഞ പരുവത്തിലായതിന് ശേഷം നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ഇടാം. ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മൂടി വെച്ച് ഒരു 5-6 ഭാഗം നോക്കി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം നല്ലപോലെ വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി.